കെട്ടിയ മുടിയൊന്ന് അഴിച്ചിട്ടാൽ മതിയല്ലോ പെണ്ണുങ്ങൾക്ക് ആളുമാറാൻ. പൊട്ടു തൊട്ടാലൊന്ന്, തൊടാഞ്ഞാൽ മറ്റൊന്ന്, വളയിട്ടാലൊന്ന്, ഇട്ടില്ലെങ്കിൽ മറ്റൊന്ന്, കണ്ണെഴുതിയാലൊന്ന്, ഇല്ലെങ്കിൽ മറ്റൊന്ന്. അങ്ങനെ മാറിക്കളയും പെണ്ണുങ്ങൾ. കാളിയിലെ സാവിത്രിയും അങ്ങനെ മാറിക്കളഞ്ഞു ഒരു ദിവസം. വാർദ്ധക്യത്തിൽ ജീവിത പങ്കാളി നഷ്ടപ്പെട്ട ആണിയമ്മക്കാകട്ടെ ഒറ്റപ്പെടലും ഏകാന്തതയുമാണ് വിധിച്ചതെന്ന് നമ്മൾ കരുതിയെങ്കിൽ തെറ്റി. ഭർത്താവിൻ്റെ മരണത്തോടെ ആനിയമ്മയുടെ ജീവിതത്തിൻ്റെ മറ്റൊരു ഘട്ടം തുടങ്ങി. മൂടിവെച്ച സ്വന്തം ഇഷ്ടങ്ങളെല്ലാം കൊക്കൂൺ പൊട്ടിച്ച് പുറത്തേക്ക് കടന്നു. അതിരുകളില്ലാത്ത ആകാശത്തോളം ഉയരുന്ന ഇഷ്ടങ്ങൾ. ആനിയമ്മ ജീവിച്ചു തുടങ്ങുകയാണ്. ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ച്, ഇഷ്ടമുള്ള പാട്ട് കേട്ട്, ഇഷ്ടനിറമുള്ള വസ്ത്രം ധരിച്ച്, ഇഷ്ടമുള്ള യാത്ര പോയി, അങ്ങനെ. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് അഭയം തേടാനുള്ള സ്ത്രീകളുടെ കഴിവ് അപാരമാണ്. അത് മറക്കലല്ല, മറന്നെന്നൊരു നടിക്കലാണ്. നടിച്ചു നടിക്കുകയാണെന്ന് പോലും മറക്കലാണ്.